കുറ്റകൃത്യങ്ങളെ പ്രേക്ഷകരുടെ നീതിബോധത്തിന് വിട്ടുകൊണ്ട് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ് ക്രൈംബ്രാഞ്ച്. കുടുംബ വഴക്കിനെ തുടർന്ന് പാലക്കാട് പൊൽപ്പുള്ളിയിൽ അച്ഛൻ മകനെ വെട്ടിക്കൊന്നു. അത്തിക്കോട് സ്വദേശി പ്രവീണാണ് കൊല്ലപ്പെട്ടത്. പ്രവീണിന്റെ അമ്മ സത്യഭാമ, ഭാര്യ ലളിത എന്നിവർക്കും വെട്ടേറ്റു. ഇവർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രവീണിന്റെ അച്ഛൻ ശ്രീധരനെ ചിറ്റൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ക്രൈം റിപ്പോർട്ട് നമ്പർ 1 പാലക്കാട് നിന്ന് ലതീഷ് നൽകുന്നു. പാലക്കാട് ചിറ്റൂരിനടുത്ത് പൊൽപ്പുള്ളിയിൽ പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. കുടുംബവഴക്കിനെ തുടർന്ന് ഏറെ നാളുകളായി ശ്രീധരൻ മാറി താമസിക്കുകയായിരുന്നു. ഭാര്യ സത്യഭാമ മക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നത്. സംഭവത്തെക്കുറിച്ച് പോലീസും നാട്ടുകാരും പറയുന്നത് ഇങ്ങനെ: കുടുംബവഴക്കിനെ തുടർന്ന് ശ്രീധരൻ തൻ്റെ പേരുള്ള സ്ഥലം അടുത്തുള്ള ഒരു ക്ഷേത്ര ട്രസ്റ്റിന് എഴുതി നൽകി. ഇതോടെ വീട്ടിലേക്ക് വരുന്നതിനെ ഭാര്യയും മക്കളും എതിർത്തു. തുടർന്ന് ഏറെ നാളായി ഇയാൾ ഇങ്ങോട്ട് വരാറില്ല. പുലർച്ചെ 5 മണിയോടെ വീട്ടിലെത്തിയ ഇയാൾ വീട്ടുകാരെ വിളിച്ചുണർത്തി ആക്രമിക്കുകയായിരുന്നു. കഴുത്തിന് വെട്ടേറ്റ പ്രവീൺ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. വീട്ടുകാരുടെ ബഹളം കെട്ടെത്തിയ അയൽവാസികളാണ് മറ്റുള്ളവരെ ആശുപത്രിയിലെത്തിച്ചത്. സൗണ്ട് കേട്ട് ഞാൻ വാല് തുറന്നു വന്ന് നോക്കിയപ്പോൾ അച്ഛൻ ഞങ്ങളൊക്കെ വന്ന് വെട്ടിയിട്ട് അവിടെ അങ്ങനെ കിടക്കണമെന്ന് പറയലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ വിളിച്ചു കൊടുത്ത വാർഡ് മെമ്പറുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചു. ചിറ്റൂരിൽ പഴക്കട നടത്തി വരികയായിരുന്നു മരിച്ച പ്രവീൺ. പരിക്കേറ്റ പ്രവീണിന്റെ അമ്മ സത്യഭാമ, ഭാര്യ ലളിത എന്നിവർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊലപാതകത്തിനിടെ പരിക്കേറ്റ ശ്രീധരനെ പോലീസ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പ്രവീണിന്റെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഹൗസിംഗ് ബോർഡിൽ നിന്നെടുത്ത ഭവന വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. കോഴിക്കോട് കൊയിലാണ്ടിയിലെ മലയിൽ നാരായണനാണ് ആത്മഹത്യ ചെയ്തത്. വായ്പ തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് ഹൗസിംഗ് ബോർഡ് നാരായണനെതിരെ ജപ്തി നടപടികൾ ആരംഭിച്ചിരുന്നു. കൊയിലാണ്ടി കീഴരിയൂരിലെ വീട്ടിൽ രാവിലെ തൂങ്ങി മരിച്ച നിലയിലാണ് നാരായണനെ കണ്ടെത്തിയത്. 1997 ഭാര്യ ദേവിയുടെ പേരിൽ നാരായണൻ ഹൗസിംഗ് ബോർഡിൽ നിന്ന് 75,000 രൂപ ഭവന വായ്പ എടുത്തിരുന്നു. പലിശയും പിഴപ്പലിശയും മുടക്കപലിശയുമെല്ലാമായി 4 ലക്ഷത്തിലേറെ രൂപയാണ് ഹൗസിംഗ് ബോർഡിലേക്ക് തിരിച്ചടക്കാനുള്ളത്. നേരത്തെ കോമൺവെൽത്ത് ഓട് ഫാക്ടറിയിലെ തൊഴിലാളിയായിരുന്നു നാരായണൻ. ജോലിക്കിടെ പരിക്ക് പറ്റിയതിനെ തുടർന്ന് കഴിഞ്ഞ 10 വർഷത്തോളമായി ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ഭവന വായ്പയുടെ തിരിച്ചടവുകൾ മുടങ്ങിയത്. വായ്പ തിരിച്ചടച്ചില്ലെങ്കിൽ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് ഹൗസിംഗ് ബോർഡ് കഴിഞ്ഞ മാസം 27-ന് നാരായണനെ നോട്ടീസ് നൽകിയിരുന്നു. ജപ്തി നടപടി ഭയന്നാണ് നാരായണൻ ആത്മഹത്യ ചെയ്തതെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. എല്ലാവരും പോക്കാണ്, എനിക്ക് പൈസ അടയ്ക്കാനാവില്ല, 3-4 ദിവസം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ ഒരു ഓരോ കളിയാണ്. അങ്ങനെ ഇത് പിന്നെ അയാൾക്ക് സുഖമില്ല, കാല് പൊട്ടി നല്ലൊരു ഇതിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഇത് വരുന്നത്, നോട്ടീസ് വരുന്നത്, ജപ്തി നോട്ടീസ് വന്ന് പിന്നെ പൈസ അടയ്ക്കാൻ ഒരു ഗതിയും കാണുന്നില്ല. അപകടത്തെ തുടർന്നുണ്ടായ ശാരീരിക അവശതകൾ പരിഗണിച്ച് ലോൺ തിരിച്ചടക്കുന്നതിന് ഇളവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നാരായണൻ നേരത്തെ സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകിയിരുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടായെങ്കിലും ആദ്യ ഗഡുവെന്ന നിലയിൽ അടയ്ക്കേണ്ട 80,000 രൂപ കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് ഗഡുക്കളായി വായ്പ തിരിച്ചടക്കാൻ സർക്കാരിൽ നിന്ന് ലഭിച്ച അനുമതി റദ്ദാക്കി ഹൗസിംഗ് ബോർഡ് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ന്യൂ ജനറേഷൻ നടീനടന്മാരിൽ മിക്കവരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ്. കൊച്ചി മയക്കുമരുന്ന് കേസിലെ പ്രതി കോക്കാച്ചി മിഥുനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നിഗമനം. ഇവരെ പോലീസിന്റെ പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താൻ കൊച്ചി DCP ഇന്റലിജൻസ് ADGPയോട് ശുപാർശ ചെയ്തു. കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിശാപാർട്ടി നടത്തിയതിന്റെ മുഖ്യ സംഘാടകൻ കോക്കാച്ചി മിഥുനിൽ നിന്നാണ് ന്യൂ ജനറേഷൻ നടീനടന്മാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസിന് വ്യക്തമായത്. മിഥുന്റെ ലാപ്ടോപ്പിൽ ഇത്തരത്തിലുള്ള നിരവധി ചിത്രങ്ങളുണ്ട്. ഏറെക്കുറെ എല്ലാ താരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. പലരും പല വിധത്തിലുള്ള മയക്കുമരുന്നാണ് ഉപയോഗിക്കുന്നത്. ഇക്കാര്യം വ്യക്തമായ സാഹചര്യത്തിൽ ഇവരെ പോലീസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഒന്നിലും തന്നെ പങ്കെടുപ്പിക്കരുത് എന്ന് കാണിച്ച് കൊച്ചി DCP ഹരിശങ്കർ ഇന്റലിജൻസ് ADGPക്ക് ഇന്ന് കത്ത് നൽകും. അതിനിടെ പോലീസ് കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് മിഥുനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മിഥുനും സുഹൃത്ത് എൽബിനും മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തതിന് പിടിയിലായ 4 പേരെ പോലീസ് 2 ദിവസത്തിനകം കസ്റ്റഡിയിൽ വാങ്ങും. ഇവരെ കേന്ദ്രീകരിച്ച അന്വേഷണത്തിലൂടെ DJ പാർട്ടികൾക്കായി കൊച്ചിയിൽ മയക്കുമരുന്ന് എത്തുന്നതിന്റെ ഉറവിടം കണ്ടെത്താനാകുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. കേസിലെ മറ്റു പ്രതികളായ റഷ്യൻ സംഗീതജ്ഞൻ സൈക്കോവിസ്കി അടക്കം 7 പേർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ 23-ന് നടന്ന നിശാപാർട്ടിക്കിടെയായിരുന്നു സൈക്കോവിസ്കി അടക്കമുള്ളവർ പിടിയിലായത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചിയിലെ നിശാപാർട്ടിക്കായി മയക്കുമരുന്ന് എത്തിച്ച പ്രധാനി പിടിയിലായി. കോട്ടയം സ്വദേശി സിഫിൻ ഫ്രാൻസിസിനെ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ 23-ന് കൊച്ചിയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലേമർഡിയനിൽ നടന്ന നിശാപാർട്ടിക്കിടെ റഷ്യൻ സംഗീതജ്ഞൻ സൈക്കോവിസ്കി അടക്കം 7 പേർ മയക്കുമരുന്നുകളുമായി പിടിയിലായിരുന്നു.
ഇക്കൂട്ടത്തിൽ പിടിക്കപ്പെട്ട വൈറ്റില സ്വദേശി സബാസ്റ്റിനിൽ നിന്ന് പിടികൂടിയത് LSD മിശ്രിതമായിരുന്നുവെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഇതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ്. സബാസ്റ്റിനിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ LSD ആവശ്യക്കാരായി എത്തിയാണ് സിഫിൻ ഫ്രാൻസിനെ പോലീസ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വലയിലാക്കിയത്. ഇയാളിൽ നിന്ന് LSDയും ആംപ്യൂളും പോലീസ് പിടിച്ചെടുത്തു. DJ പാർട്ടിക്ക് ലഹരി മരുന്നെത്തിച്ച മറ്റ് 4 പ്രതികളെ പോലീസ് അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങും. നിശ പാർട്ടി സംഘാടകരും കേസിലെ പ്രധാനികളുമായ കോക്കാച്ചി മിഥുനും കൂട്ടാളി എൽബിനും ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. മിഥുന്റെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ന്യൂ ജനറേഷൻ നടീനടന്മാരിൽ മിക്കവരും ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവർക്ക് ഉപയോഗത്തിന് പുറമെ മയക്കുമരുന്ന് ഇടപാടിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യായീകരിക്കാൻ കഴിയാത്ത ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന താരങ്ങളെ പോലീസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് കൊച്ചി DCP ഹരിശങ്കർ ഇന്റലിജൻസ് ADGPയെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാട്സാപ്പ് ഉപയോഗിക്കുന്നവർ ജാഗ്രത. ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയതിന് പ്രതികാരമായി കൊട്ടേഷൻ കൊടുത്ത് ഗ്രൂപ്പ് അംഗങ്ങൾ അഡ്മിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. സംഭവം നടന്നത് മുംബൈയുടെ ഉപനഗരമായ ഉല്ലാസ് നഗറിലാണ്. ആക്രമണത്തിൽ പരിക്കേറ്റ ഗ്രൂപ്പ് അഡ്മിൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 2 യുവാക്കൾ പോലീസിന്റെ പിടിയിലായി. അനിൽ മുഖി, നരേഷ് ഡ്രോഹറ എന്നിവരെയാണ് അശ്ലീല പോസ്റ്റുകൾ ഗ്രൂപ്പിലിട്ടതിനെ തുടർന്ന് അഡ്മിനായ ബുണ്ടി പുറത്താക്കിയത്. ജയഹോ എന്ന പേരിലാണ് ബുണ്ടി വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ആരംഭിച്ചത്. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അനുസരിക്കാതെ മറ്റ് അംഗങ്ങളും കൂടി പരാതി നൽകിയതോടെയാണ് ബുണ്ടി ഇവരെ പുറത്താക്കിയത്. ഗ്രൂപ്പിൽ നിന്നും പുറത്തായ അനീഷും നരേഷും ബുണ്ടിയെ പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇതിലൊന്നും ബുണ്ടി ശ്രദ്ധിക്കാതിരുന്നത് ഇരുവരെയും പ്രകോപിപ്പിച്ചു. ബുണ്ടിയെ കൊല്ലാനായി ഇരുവരും കൊട്ടേഷൻ ടീമിനെ ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കടയിലെത്തിയ വാടക ഗുണ്ടകളാണ് ബുണ്ടിയെ ആക്രമിച്ചത്. ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട ഗുണ്ടകളെ CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പോലീസ് പിടികൂടുകയായിരുന്നു. ഇതിൽ നിന്നാണ് ആക്രമണത്തിന് പിന്നിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയതിൻ്റെ വിദ്വേഷമാണെന്ന് പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് തിരച്ചിലിനൊടുവിൽ അനിലിനെയും നരേഷിനെയും പോലീസ് പിടികൂടുകയായിരുന്നു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. IAS ഉദ്യോഗസ്ഥ ചമഞ്ഞ് ബാങ്കുകളെ കബളിപ്പിച്ച കേസിലൂടെ കുപ്രസിദ്ധയായ തെന്നിന്ത്യൻ നടി ലീന പോൾ അറസ്റ്റിലായി. മുംബൈ പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗമാണ് ലീനയെയും ലിവിൻ പങ്കാളി ബാലാജി ശേഖർ ചന്ദ്രശേഖറിനെയും അറസ്റ്റ് ചെയ്തത്. ഇരുവരും റിമാൻഡിലാണ്. മദ്രാസ് കഫേ, കോബ്ര, റെഡ് ചില്ലീസ് എന്നീ സിനിമകളിലൂടെയാണ് ലീന പോൾ ശ്രദ്ധേയയായത്. നേരത്തെ മോഡൽ എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് നിക്ഷേപം 10 ഇരട്ടിയായി തിരിച്ചു തരുമെന്ന് വാഗ്ദാനം നൽകി നിരവധി പേരെ കബളിപ്പിച്ചെന്ന കേസിലാണ് ലീന പോളിന്റെ അറസ്റ്റ്. മുംബൈ പോലീസിന് തട്ടിപ്പ് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. കോടികൾ ഇരുവരും ഇത്തരത്തിൽ കൈവശപ്പെടുത്തിയതായാണ് മുംബൈ പോലീസിന്റെ നിഗമനം. 2013-ൽ IAS ഉദ്യോഗസ്ഥ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയതിന് ലീന പോളിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്നും ലിവിൻ പാർട്ട്ണർ ബാലാജി ചന്ദ്രശേഖറായിരുന്നു ലീനയുടെ കൂട്ടാളി. ബാലാജിയെ IAS ഓഫീസറായി കാട്ടി വിവിധ ബാങ്കുകളിൽ നിന്ന് പണം തട്ടുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. ചെന്നൈ കനറ ബാങ്കിൽ നിന്ന് 19 കോടി രൂപയാണ് ഇരുവരും തട്ടിയെടുത്തത്. ദില്ലിയിലെ ആഡംബര ഫാം ഹൗസിൽ നിന്നായിരുന്നു അന്ന് അറസ്റ്റ്. അനധികൃത സ്വത്ത് ശേഖരവും അന്ന് പിടിച്ചെടുത്തിരുന്നു. 81 വില കൂടിയ വാച്ചുകൾ, 9 കാറുകൾ, ചില രേഖകൾ എന്നിവ ഇവരുടെ ഇടപാടുകളെക്കുറിച്ച് സൂചന നൽകുന്നതായിരുന്നു. ചെന്നൈ ക്രൈംബ്രാഞ്ചിന്റെ നിർദ്ദേശപ്രകാരമാണ് ദില്ലി പോലീസിന്റെ നടപടി. ചങ്ങനാശ്ശേരി സ്വദേശിയായ ലീനയുടെ കുടുംബം വർഷങ്ങളായി ദുബായിലാണ്. അവിടെയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് BDSന് പഠിക്കാനാണ് ഇന്ത്യയിലെത്തിയത്. ബംഗളൂരുവിലെ ഒരു കോഫി ഷോപ്പിൽ വെച്ചാണ് ബാലാജിയുമായി പരിചയത്തിലായത്. ഇക്കാലത്ത് മോഡൽ എന്ന നിലയിൽ ലീന ശ്രദ്ധേയയായിരുന്നു. കൊച്ചിയിലെ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലും ഇരുവരും വൻ തട്ടിപ്പ് നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്. വൃന്ദ പുഷ്കറിന്റെ കൊലപാതകം സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി എയിംസിലെ മറ്റൊരു ഡോക്ടർ കൂടി രംഗത്തെത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ ആദർശ് കുമാർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡയ്ക്ക് കത്തയച്ചു. പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ സുധീർ ഗുപ്തയും നേരത്തെ ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു. നേരത്തെ ഡോക്ടർ സുധീർ ഗുപ്ത നടത്തിയ വെളിപ്പെടുത്തലാണ് സുനന്ദ പുഷ്കർ കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവായത്. സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാനുള്ള സമ്മർദ്ദമുണ്ടായിരുന്നെന്ന ഡോക്ടർ ഗുപ്തയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് വീണ്ടും പരിശോധന നടത്തിയതും വിഷാംശം അകത്തുചെന്നാണ് മരണമെന്ന് കണ്ടെത്തിയതും. ഡോക്ടർ സുധീർ ഗുപ്തയോടൊപ്പം പോസ്റ്റ്മോർട്ടം നടത്തിയ സംഘത്തിലുണ്ടായിരുന്ന ഡോക്ടർ ആദർശ് കുമാറാണ് ഇതേ ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മരണം സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നതായാണ് ഡോക്ടർ ആദർശ് കുമാർ ആരോഗ്യമന്ത്രി JP നഡ്ഡയ്ക്ക് അയച്ച കത്തിൽ പറയുന്നത്. അഭിപ്രായ വ്യത്യാസം കാരണം എയിംസ് ഡയറക്ടർ ഡോക്ടർ MC മിശ്ര ഫോറൻസിക് വിഭാഗവുമായി സഹകരിച്ചില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഡോക്ടർ സുധീർ ഗുപ്തയെ ഫോറൻസിക് വിഭാഗത്തിന്റെ തലപ്പത്തു നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് എയിംസ് ഡയറക്ടർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ആലപ്പുഴയിലെ സായി പരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത് സീനിയർ വിദ്യാർത്ഥികളുടെ റാഗിങ്ങിനെ തുടർന്നല്ലെന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടികളുടെ മൊഴിയുടെ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ഈ നിഗമനത്തിലെത്തിയത്. ബിയർ കഴിച്ചതായി മജിസ്ട്രേറ്റിന് മൊഴി നൽകിയ വിദ്യാർത്ഥികൾ ഈ വിവരം പോലീസിൽ നിന്ന് മറച്ചുവെച്ചതായും റിപ്പോർട്ടുണ്ട്. മെയ് 6-ാം തീയതിയാണ് സായിൽ 4 പെൺകുട്ടികൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അന്ന് വൈകിട്ട് തന്നെ മരണപ്പെട്ട പെൺകുട്ടിയുടേതടക്കമുള്ള പെൺകുട്ടികളുടെ മൊഴി അമ്പലപ്പുഴ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വരുന്നത്. പിന്നീട് പെൺകുട്ടികൾ നൽകിയ മൊഴിയും മജിസ്ട്രേറ്റ് നൽകിയ മൊഴിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. സീനിയർ പെൺകുട്ടികൾ റാഗിംഗ് നടത്തിയെന്ന മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല. ബിയർ കഴിച്ച പെൺകുട്ടികളെ ഇവർ ശാസിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് പോലീസ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന് കാട്ടി മരണപ്പെട്ട പെൺകുട്ടിയുടേതടക്കമുള്ള രക്ഷകർത്താക്കൾ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അടുത്ത ദിവസം ഹൈക്കോടതിയെ സമീപിക്കും. അതുപോലെ തന്നെ ഈ പാർത്ഥസാരഥി എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടികളുടെ മൊഴിയെടുക്കാൻ വന്നപ്പം കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്താൻ തയ്യാറായില്ല. കാരണം പുള്ളി പറഞ്ഞത് മൊഴി എടുക്കുമ്പോൾ നിങ്ങളുടെ മൊഴി മാത്രം പറഞ്ഞാൽ മതി, അപർണ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു നടന്ന സംഭവങ്ങളോ വിശദീകരിക്കേണ്ടെന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള കാര്യമാണ് അട്ടിമറിച്ചത്. അതുപോലെ തന്നെ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന സമയത്ത് ഈ പറയുന്ന കുട്ടികളുടെ കൂടെ നിന്നത് ഈ ആരോപണ വിധേയരായിട്ടുള്ള കുട്ടികളാണ്. ഇതിനോടനുബന്ധിച്ച് നാളെ സായി ഹോസ്റ്റലിന് മുന്നിൽ ഇവർ പ്രതിഷേധ സമരം നടത്തുമെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വാഹന പരിശോധനയ്ക്ക് DGP സെൻകുമാറിന്റെ മാർഗനിർദ്ദേശം. യാത്രക്കാരോട് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് സർക്കുലറിൽ പറയുന്നു. പരിശോധനാ സമയത്ത് ദേഹോപദ്രവവും ഏൽപ്പിക്കരുതെന്നും പെറ്റി കേസുകളുടെ എണ്ണം തികയ്ക്കാൻ വേണ്ടി പരിശോധന പാടില്ലെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. വാഹന പരിശോധനയുടെ പേരിലുണ്ടാകുന്ന അസൗകര്യങ്ങളും വിവാദങ്ങളും തടയുന്നതിനായാണ് സംസ്ഥാന പോലീസ് മേധാവി TP സെൻകുമാർ സർക്കുലർ പുറപ്പെടുവിച്ചത്. നിരവധി കാരണങ്ങളാൽ ഒഴിവാക്കാനാവാത്ത പോലീസ് കർത്തവ്യമാണ് വാഹന പരിശോധന. എന്നാൽ പരിശോധനയുടെ പേരിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്നും ദുരന്തങ്ങൾ ഉണ്ടാക്കരുതെന്നും സർക്കുലറിൽ പറയുന്നു. അപകടങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നതാണ് വാഹന പരിശോധനയുടെ ലക്ഷ്യം. അല്ലാതെ പെറ്റി കേസുകളുടെ എണ്ണം തികയ്ക്കുക എന്നതാവരുത്. വാഹന പരിശോധനയ്ക്കിടയിൽ പോലീസുകാർ ഒരു കാരണവശാലും മോശമായി പെരുമാറാനോ ദേഹോപദ്രവം ഏൽപ്പിക്കാനോ പാടില്ല. പരിശോധനാ വേളയിൽ കണ്ടെത്തിയ നിയമലംഘനം എന്താണെന്നും മോട്ടോർ വാഹന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് പിഴ ചുമത്തുന്നതെന്നും മറ്റുമുള്ള വിവരങ്ങൾ വാഹനം ഓടിക്കുന്നയാളെ അറിയിക്കണം. ഗതാഗത തിരക്കേറിയ സ്ഥലങ്ങൾ, ഇടുങ്ങിയ റോഡുകൾ, വളവുകൾ എന്നിവിടങ്ങളിൽ അടിയന്തര സാഹചര്യത്തിലല്ലാതെ വാഹന പരിശോധന പാടില്ല. വാഹനം ഓടിക്കുന്നയാൾ പുരുഷനാണെങ്കിൽ സർ എന്നോ സുഹൃത്ത് എന്നോ, സ്ത്രീയാണെങ്കിൽ മാഡം എന്നോ സഹോദരി എന്നോ അഭിസംബോധന ചെയ്യണമെന്നും DGP സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു. പോലീസിന്റെ പ്രവർത്തന ശൈലിയിൽ മതിപ്പുയർത്തുന്ന തരത്തിൽ മാതൃകാപരമായ വാഹന പരിശോധനാ സമ്പ്രദായങ്ങൾ കൈക്കൊള്ളണമെന്നും DGP പോലീസുകാരെ ഓർമ്മിപ്പിക്കുന്നു. റോഡ് സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും അനാവശ്യ പരിശോധനകൾ ഒഴിവാക്കുമെന്നും DGPയായി സ്ഥാനമേൽക്കവേ കഴിഞ്ഞ ദിവസം TP സെൻകുമാർ വ്യക്തമാക്കിയിരുന്നു. ഇതിനായുള്ള ആദ്യ നടപടിയായാണ് വാഹന പരിശോധനാ രീതികൾ പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗുരുതരമായ ത്വക്ക് രോഗം ബാധിച്ച് ചികിത്സ തേടിയ ആദിവാസി യുവതിക്ക് ചികിത്സ നിഷേധിച്ചു. പത്തനംതിട്ട ചാലക്കയം ആദിവാസി കോളനിയിലെ ഷാനി എന്ന യുവതിക്കാണ് ഫണ്ടില്ലെന്ന കാരണത്താൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചത്. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോണിന്റെ റിപ്പോർട്ടുമായി ഇന്ന് വിട പറയുന്നു. നമസ്കാരം. ആദിവാസികളുടെ ആരോഗ്യ പരിപാലനത്തിനും സംരക്ഷണത്തിനുമായി പ്രതിവർഷം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടികൾ ചിലവിടുമ്പോഴാണ് ശബരിമല വനാന്തരങ്ങളിലെ ആദിവാസികൾക്ക് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചത്. ചാലക്കയം ശകുന്തള വളവിൽ താമസിക്കുന്ന 6ഓളം കുടുംബങ്ങൾക്കാണ് ത്വക്കുരോഗം പിടിപെട്ടിരിക്കുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിട്ട ഷാനി എന്ന ആദിവാസി പെൺകുട്ടിയെ സഹോദരൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഫണ്ടില്ല എന്ന കാരണത്താൽ ചികിത്സിക്കാനാവില്ലെന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനും പറഞ്ഞതെന്ന് ഷാനിയുടെ സഹോദരൻ ശശിധരൻ പറയുന്നു. ഫണ്ടില്ല, ഈ മാസം ഫണ്ടില്ല, കോട്ടയത്ത് ആശുപത്രി കൊണ്ടുപോകണം, അവിടെ ഫണ്ടുണ്ട്. പാതിരാത്രി തന്നെ ഞങ്ങൾ അന്നേരം അവർ വിട്ടുവിടെ തന്നെ തിങ്കളാഴ്ചയില്ല ചൊവ്വാഴ്ച പോകാൻ പറഞ്ഞു. അതിനുള്ള വണ്ടിക്കൂലി ഇല്ലായിരുന്നു, ഞങ്ങൾ കൊണ്ടുപോയില്ല. സ്ഥിരമായി ഒരിടത്ത് താമസിക്കാത്ത മലബണ്ടാരം വിഭാഗത്തിൽപ്പെട്ട 48ഓളം കുടുംബങ്ങളാണ് ഉൾവനങ്ങളിൽ താമസിക്കുന്നത്. ഇവരിൽ പലരും കഠിനമായ ത്വക്കുരോഗത്തിന്റെ പിടിയിലുമാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾക്കടക്കമാണ് രോഗം പിടിപെട്ടിട്ടുള്ളത്. ഇതൊക്കെ പനി ആയിക്കഴിഞ്ഞാൽ ചൊറിയാ, പിള്ളേർക്കൊക്കെ ചൊറിക്കലും ഇതൊക്കെയാ വരുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉയർന്നിട്ടും ആരോഗ്യവകുപ്പ് ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. പരാതി പറഞ്ഞാൽ മാസത്തിൽ ഒരു തവണ സർക്കാരിൽ നിന്നും ലഭിക്കുന്ന 15 കിലോ അരി നൽകില്ലെന്ന ഭീഷണിയും അധികൃതർ മുഴക്കും.
പ്രകൃതിയോട് മല്ലടിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുന്ന ആദിവാസികൾക്കാണ് ഇപ്പോൾ ചികിത്സയും നിഷേധിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം ലെസ്ലി ജോൺ, പത്തനംതിട്ട.